ബഹുമാനപ്പെട്ട ശ്രീ പി നന്ദകുമാർ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കും. സർ, ഞാൻ ഈ വചനത്തെ പിന്തുണയ്ക്കുകയാണ്. സർ, ബ്രിട്ടനിലും ഫ്രാൻസിലും നടന്ന തെരഞ്ഞെടുപ്പിൽ നവഫാസിസ്റ്റ് ശക്തികളെ പിന്തള്ളി വിജയം കൈവരിച്ച ജനതയെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സർ, ഫ്രാൻസിൽ നവഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരുമെന്നാണ് മാധ്യമങ്ങളുടെ സർവേയിൽ മുഴുവൻ പറഞ്ഞത്. എന്നാൽ ജനങ്ങളുടെ ഹൃദയം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സർ, ഫ്രാൻസിലെ അവസ്ഥയെ മറ്റും വിലയിരുത്തിക്കൊണ്ട് ഗാർഡിയൻ പത്രം മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചു അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം നടന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പോരാട്ടത്തിൽ ഒരു പുതിയ മുന്നണി രൂപം കൊള്ളുമെന്ന് അവർ അന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. സർ, അത് ചെറിയ പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് എടുത്തു പറയുന്നതാണ്. ഇന്ത്യയിലെ BJP പരാജയത്തിലും നോക്കിയാലും ഇത് കാണാം. കാർഷിക മേഖലയിലെ പ്രക്ഷോഭങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ പങ്ക് നിങ്ങൾക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. സർ, സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്പിൻ്റെയും സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ തകർച്ചയിൽ ആഹ്ലാദം കൊണ്ടവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. കിഴക്കൻ യൂറോപ്പിലെയും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും മറ്റും ഗവൺമെൻറ് അട്ടിമറിച്ച് നജീബുള്ളയെ അടക്കം തൂക്കിക്കൊന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് നജീബ് കാന്തപുരത്തിൻ്റെയും റഹ്മത്തുള്ളയുടെയും പാർട്ടിക്കാരെന്ന കാര്യം മറക്കണ്ട. സർ, ജനങ്ങൾ ഇതൊന്നും മറന്നിട്ടില്ല. നിങ്ങളുടെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്കറിയാം നിങ്ങൾക്കിപ്പോൾ വന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം. സർ, ഞങ്ങളൊന്നും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ്. സാമ്രാജ്യത്വം അവിഹിത രാജ്യങ്ങളുടെ മേൽ കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയിടാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ സൂയസ് കനാൽ ആക്രമിക്കാൻ വന്നപ്പോൾ 6ാം കപ്പൽപ്പട 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയാൽ മുക്കുമെന്ന് പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. നജീബ് കാന്തപുരം അന്ന് ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആ കഥയും അറിയില്ല. ഇപ്പോൾ ഞങ്ങളെ മേക്കിട്ട് കയറാൻ നടക്കുകയാണ്. സർ, ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചമർത്തപ്പെട്ടവരുടെയും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെയും ഒപ്പമാണ്. ഇപ്പോഴും അതുതന്നെയാണ് തുടരുന്നതും. സർ, ഞങ്ങൾ എന്നും അടിച്ചമർത്തപ്പെട്ട ഒപ്പമാണെന്നും സാമ്രാജ്യ ഭീഷണിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സോവിയറ്റിൻ്റെ പതനശേഷമുള്ള അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. സർ, എന്താണ് സർ ഗാസയിൽ നടക്കുന്നത്? പശ്ചിമേഷ്യയിലെ റൗഡിയായിട്ടുള്ള ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുന്നില്ലേ? അവിടെ ചോദ്യം ചെയ്യാൻ ഇന്ന് സോവിയറ്റിനുണ്ടെങ്കിൽ അവന് ധൈര്യം ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയെപ്പോലെ ഇതാണ് ലോകം എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ് സർ? സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നതാണല്ലോ. ആഗോള സമ്പദ്ഘടനയും ഇന്ത്യൻ സമ്പദ്ഘടനയും ഒക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ അവസ്ഥയെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. സർ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാകാൻ കാരണം ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെയും കുറവ് കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് സ്ഥിരമായി അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആവർത്തിക്കും. നിർത്തുമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. സർ, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് നേരെ ഓടിയത് ഹൈക്കമാൻഡിനെ കാണാനല്ല, മോഡിയെ കാണാൻ. സാഷ്ടാംഗം വീണ് ആന്ധ്രയിലെ സാമ്പത്തിക അവസ്ഥ ചൂണ്ടിക്കാണിച്ച് സഹായവും കടവും എടുക്കാനുള്ള പരിധിയും കൂട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയത് എല്ലാ പത്രങ്ങളിലും വന്നാണ്. സർ, ഇതാണ് നമ്മുടെ സംസ്ഥാനങ്ങൾക്കകത്തുള്ള അവസ്ഥ. ഇന്ന് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ സഭയ്ക്കകത്ത് പോലും പറഞ്ഞാണ്. സർ, കേന്ദ്രം പറയുന്നത് കേരളം വരുമാനം വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. വരുമാന സ്രോതസ്സുകൾ എല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. കേന്ദ്രം കൈവശം വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളോട് പറയുകയാണ് വരുമാനം വർദ്ധിപ്പിക്കണമെന്ന്. സർ, എന്താണ് ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണല്ലോ. കോർപ്പറേറ്റുകളുടെ സമ്പത്ത് അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ അവസ്ഥ ദുരിതപൂർണമാകുന്നു. സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന 20% ജീവിതം ദുസ്സഹമാകുന്നു. ഗ്രാമീണ ദുരിതാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമീണ ദരിദ്രാവസ്ഥ 68% 80% മാറി എന്നാണ് കണക്കുകൾ. തൊഴിലാളികളുടെ യഥാർത്ഥ കൂലി 20% ഇടിഞ്ഞു. ജനങ്ങളുടെ വാങ്ങാനുള്ള കഴിവ് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ രൂക്ഷതയിലാണ്. വിലക്കയറ്റം വൻതോതിലാണ്. കുടുംബങ്ങളുടെ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ തന്നെ. സർ, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഈ കുടുംബങ്ങളുടെ കടം പെരുകുന്നത് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു ദശകത്തിനകം രാജ്യത്തിൻ്റെ യഥാർത്ഥ വരുമാനം 50% കൂടിയെന്നാണ്. ശരിയാണ് സർ. കോർപ്പറേറ്റുകൾക്കും ധനികർക്കും സമ്പത്ത് കൂട്ടാൻ കഴിഞ്ഞു. സർ, പുതിയ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. അത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് പ്രവചിക്കാൻ കഴിയില്ല.
സർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഭക്ഷ്യവസ്തുക്കൾക്കും വളത്തിനും വാതകത്തിനുമുള്ള സബ്സിഡികൾ വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതി പോലും തുക കൂട്ടിയില്ല. 10 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വേണ്ടെന്ന് വെച്ചു. കോർപ്പറേറ്റുകളുടെ നികുതി കുറയ്ക്കുകയും ചെയ്തു. ഇത് തുടരുമെന്നാണ് നമുക്ക് കാണേണ്ടത്. സർ, നമ്മുടെ പ്രതിപക്ഷത്തിന് ഇതൊന്നും പ്രശ്നമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരായി, നവലിബറൽ നയത്തിനെതിരായി പോരാട്ടത്തിൽ എവിടെ നിൽക്കുമെന്നാണ് പ്രതിപക്ഷത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, നിങ്ങളുടെ കേരളത്തിൽ തന്നെ നിങ്ങളുടെ പഴയ KPCC പ്രസിഡന്റ് സുധീരൻ ശക്തമായി ആവശ്യപ്പെട്ടതാണല്ലോ ഈ നവലിബറൽ നയത്തിനെതിരായിക്കൊണ്ടുള്ള പോരാട്ടമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന്. ഒരക്ഷരം പ്രതികരിക്കാൻ ഇന്നേ വരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സർ, നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരായും കേരളത്തിലെ LDFനെതിരായുമുള്ള പ്രസ്താവന രാവിലെയും വൈകുന്നേരവും രാത്രി പുറപ്പെടുവിക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത്. അതുമാത്രമല്ല സർ, നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ കൂടോത്രപ്പണിയാണ്. സർ, KPCC പ്രസിഡന്റ് വീട്ടിൽ തകിടും തെയ്യരൂപവും കണ്ടെടുത്തു. അത് കൂടോത്രമാണെന്ന് മാതൃഭൂമി ജൂലൈ 4 ഓൺലൈൻ പത്രത്തിൽ അടിച്ചു വന്നിരിക്കുകയാണ്. സർ, എന്തൊരു ഗതികേട് സർ, നാണക്കേട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സർ, രാജമോഹൻ ഉണ്ണിത്താൻ്റെയും സുധാകരൻ സാന്നിധ്യത്തിൽ മന്ത്രവാദ വസ്തുതകൾ കണ്ടെടുത്തെന്നാണ് പത്രവാർത്ത, ഓൺലൈൻ വാർത്ത. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ട്. തൻ്റെ കാലിന് ബലം കുറഞ്ഞു വരികയാണ്. അതിന് കാരണം കൂടോത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയം. സർ, ജീവനൊന്നും സംഭവിക്കാതിരുന്ന ഭാഗ്യമായി പോയെന്ന നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വന്നാണ് എൻ്റെ ജീവന് ഈ കൂടോത്രം കാരണം സംഭവിക്കാതിരുന്ന വലിയ ഭാഗ്യമായി പോയെന്ന്. സർ, ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഓർമ്മ വന്നത് MT വാസുദേവൻ നായരുടെ ഒരു പഴയ കഥയുണ്ട്, മന്ത്രവാദി. അതൊന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊന്ന് വായിച്ചു നോക്കണം. 1952 MT അത് എഴുതിയത്. ആ കഥയുടെ പേർ മന്ത്രവാദി എന്നാണ്. മന്ത്രവാദി ശങ്കുപണിക്കരുടെ കഥ. നാട്ടിൽ രാശിയും മന്ത്രവാദവുമായി നടന്ന പണിക്കർ കേസ് കുറഞ്ഞു. കേസ് കുറയാനുള്ള കാരണം അതുകൊണ്ട് ഗുണം കിട്ടില്ല എന്ന് തോന്നൽ നാട്ടുകാർക്കുണ്ടായി. അപ്പം നാട്ടിൽ തന്നെ ചൊല്ലുണ്ടായി, പണിക്കരുടെ മന്ത്രവാദം കൊണ്ടൊരു കാര്യമില്ല എന്ന രൂപത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണിയായി. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പണിക്കരാകെ ആശങ്കാകുലനായി. അദ്ദേഹത്തിനെ സംബന്ധിച്ചും വീട്ടിൽ പോലും ബഹുമാനിക്കാത്തൊരവസ്ഥ വന്നു. പുറത്തിറങ്ങിയാൽ ഭക്ഷണം കഴിക്കാൻ പോലും വരുമാനത്തെ അവസ്ഥ വന്നു. അപ്പോഴാണ് ഒരു ദിവസം ആ ഗ്രാമത്തിലെ വടക്കേപ്പാട്ട് തറവാട്ടിലൊരു കാര്യസ്ഥൻ ഈ പണിക്കരുടെ മുമ്പിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ബാധയുണ്ട്. ഈ വടക്കേപ്പാട്ട് തറവാട് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ തറവാടാണ്. അപ്പോൾ പണിക്കർക്ക് അറിയാം തറവാടിനെ സംബന്ധിച്ചിടത്തോളം. ബാധ ഒഴിപ്പിക്കൽ കേസുമായിട്ടാണ് വന്നത്. പണിക്കർ ഉടനെ കണക്ക് കൂട്ടി, എനിക്ക് നല്ല കാലം വരികയാണ്, എനിക്ക് വരുമാനം വർദ്ധിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഹ്ലാദം ഉള്ളിലിങ്ങനെ പോന്നു. ഈ കാര്യസ്ഥൻ പോയപ്പോൾ അയാൾ കുടുംബത്തോട് പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ജീവിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വടക്കേപ്പാട്ട് തറവാട്ടിൽ നിന്നാണ് വലിയ കേസ് വന്നിട്ടുള്ളത്. അതിനടിസ്ഥാനത്തിൽ ഭാര്യയോട് പറഞ്ഞു, ഇനി പട്ടിണി നമ്മളെ മാറും. അപ്പോൾ 17 വയസ്സുള്ള മകൾ പറഞ്ഞു, എനിക്കൊരു കമ്മൽ വാങ്ങിത്തരണം, അതും പരിഗണിക്കാമെന്ന് പറഞ്ഞു. സാർ, മന്ത്രവാദം നടന്നു. തങ്കത്തകിട് അവിടെ എഴുതി കൊടുത്തു, ഇന്ന കാര്യങ്ങൾ വേണം. അതിൽ പണിക്കർ പ്രത്യേകം എഴുതി, തങ്കത്തകിട് സ്വർണ്ണത്തകിടിലാക്കി അത് കുഴിച്ചിടണം എന്ന് പറഞ്ഞു. വടക്കേടത്ത് മുറ്റത്ത് മൺപാത്രത്തിൽ അടക്കം ചെയ്തു. സർ, പണിക്കർ സ്വപ്നം കണ്ട പോലെ പണിക്കർ ആ കാര്യങ്ങളൊക്കെ നടന്നു. ഈ വാതൊഴിപ്പിക്കൽ കർമ്മവും നടന്നു. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പണിക്കർ പറഞ്ഞു, ഇങ്ങനെ ഉറങ്ങിയോണ്ട് കാര്യമില്ലല്ലോ, എൻ്റെ വീട്ടിലെ കാര്യം നടക്കണമെങ്കിൽ എനിക്ക് ഈ സാധനം കിട്ടണം. എല്ലാവരും ഉറങ്ങിയപ്പോൾ പണിക്കർ മെല്ലെ പുറത്തിറങ്ങി ആ കുഴിച്ചിട്ട സ്ഥലത്ത് വടക്കേപ്പുറത്ത് വാതിലിക്കലിൻ്റെ അപ്പോൾ നിന്നുകൊണ്ട് തങ്കത്തകിടും ഒക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടന്നു. ഈ ശ്രമം നടക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ഓടി കൊണ്ടുവന്നു. അവിടുത്തെ കാര്യസ്ഥനും ബാക്കി ആൾക്കാരും കയ്യോടെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അതാണ് കഥ അവസാനിക്കുകയാണ്. സോ 1952 MT എഴുതിയ കഥ നാട്ടിലുണ്ടായിരുന്നൊരവസ്ഥ, ദാരിദ്ര്യം, മന്ത്രവാദത്തെ സംബന്ധിച്ച അന്ധവിശ്വാസത്തൊക്കെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി MT കഥ എഴുതിയത്. സാർ, ഇപ്പോൾ കൂടോത്രം ചെയ്യുന്നത് അധികാരത്തിന് വേണ്ടിയാണ്, APCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്, പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ കൂടോത്രം ചെയ്ത് എന്നാണ് പത്രങ്ങളിലൊക്കെ വാർത്തയുള്ളത്. സാർ, നമ്മുടെ കാലഘട്ടം ഏതാണ്? ചന്ദ്രനിലേക്ക് ആൾ പോയി മടങ്ങി വരുന്ന കാലം, നിർമ്മിത ബുദ്ധി അത്ഭുതം സൃഷ്ടിക്കുന്ന കാലം. അപ്പോഴാണ് KPCC പ്രസിഡന്റും കോൺഗ്രസ്സുകാരും കൂടോത്രവുമായി നടക്കുന്നത്.
സർ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി എന്നാണല്ലോ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ജവഹർലാൽ നെഹ്റു ഉൽപ്പതിഷ്ണുമായിരുന്നു. എല്ലാ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത വ്യക്തിയുമായിരുന്നു ജവഹർലാൽ നെഹ്റു. സർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സർ, ഈ പാളയം പോലീസ് സ്റ്റേഷനിൽ ഇത് കേസുണ്ടെന്ന് പറഞ്ഞു. അവർ എവിടേക്കാണ് പരിശോധിക്കാൻ വരുന്നത് എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇവിടേക്ക് വരാൻ സമ്മതിക്കരുത്. ഇവിടെ തൊട്ടടുത്തുള്ള ആൾ പലരും കാലുവാരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പത്രവാർത്തയുണ്ട്. ഇവിടെ വല്ലതും കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നാൽ അത് നമുക്ക് അപമാനമാണ്, അത് നമുക്ക് അപമാനമാവും. അതുകൊണ്ട് അത്തരം ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ധനാപരത്തെ പിന്തുണയ്ക്കുന്നു. എൻ്റെ ചെറുപ്രസംഗം MT കഥയിലെ മന്ത്രവാദിയായ ശങ്കുണ്ണി പണിക്കർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.